ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് മീഡിയ വണ്ണിന്റെ ആങ്കർ നടത്തിയ അന്തിച്ചർച്ച ഇന്നലെ വളരെ ശ്രദ്ധേയമായിരുന്നു. കോടികൾ മുടക്കിയുള്ള മുഖ്യമന്ത്രിയുടെ വാർഷികാഘോഷം പൊടിപൊടിക്കുമ്പോൾ ഹൃദയപക്ഷം എന്ന ഒരു പുസ്തകം കൂടി അവർ ഇറക്കിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് പണം കടമെടുത്താണ് നേട്ടങ്ങളുടെ കണക്കുകൾ എണ്ണി എണ്ണി പറയാൻ കാസർഗോഡ് നിന്ന് പിണറായിയും കൂട്ടരും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് നല്ല ഒന്നാംതിരം പുട്ടടിയല്ലേ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ CPM-നും പിണറായിക്കും വക്കാലത്ത് പറയാൻ വന്ന നേതാവിന് പൊള്ളി. പിന്നെ നടന്ന കോലാഹലം ചെറുതൊന്നുമായിരുന്നില്ല. അതൊന്ന് കണ്ടു നോക്കാം. മുഖ്യമന്ത്രി കേരളത്തിന്റെ ധനസ്ഥിതിയെ പറ്റിയും ധനമന്ത്രി കേരളത്തിന്റെ ധനസ്ഥിതിയെ പറ്റിയും പരസ്പര വിരുദ്ധമായി പറയുന്നു എന്ന തോന്നലാണ് ഉണ്ടാകുന്നത് ഈ പ്രതികരണങ്ങളിൽ നിന്ന്. പ്രത്യേകിച്ചും ആശാവർക്കർമാരോടക്കം ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഉള്ള ഈ ആശയക്കുഴപ്പം എങ്ങനെയാണ് മാറുക? രണ്ടാമതായി ശ്രീ NP ചെക്കുട്ടി പറഞ്ഞതുപോലെ ഇത് പുട്ടടിയാണോ? അല്ല, അങ്ങ് പുട്ടടി എന്ന് പറയാൻ അങ്ങക്ക് എന്തെങ്കിലും തെളിവുണ്ട്? ഇപ്പൊ തന്നെ പറയാം, ഞാൻ അതിന് മറുപടി പറയും. അല്ല, ഈ NP ചെക്കുട്ടി പറഞ്ഞ പോലെ കമ്മീഷൻ അടിച്ചു മാറ്റി എന്നുള്ളതാണെങ്കിൽ അതും ഞാൻ മറുപടി പറയാം. പക്ഷെ അത് പറയണം രണ്ടാളും. ശ്രീ NP ചെക്കുട്ടി പറഞ്ഞതാണ് കഴിക്കുന്നതിന് പുട്ടടി എന്നാണോ പറയുന്നത്? അല്ലല്ല, വേണുവിന്റെ പുട്ടടി അത് അങ്ങ് ആ ഭാഗം കേട്ടില്ല. ശ്രീ NP ചെക്കുട്ടി പറയുകയായിരുന്നു വിത്തെടുത്ത് കുത്തുന്ന പുട്ടടിയാണ് അങ്ങ് പറഞ്ഞ ഭാഗം കേൾക്കൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം രണ്ട് കാര്യത്തിലാണ് ഞാൻ പിടിച്ചത്. തൽക്കാലം രണ്ട് കാര്യത്തിലാണ് പിടിച്ചത്. വേണു ഇപ്പൊ പുട്ടടി എന്ന് പറയുന്നു. ഏത് പുട്ടടിയെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? അത്താഴത്തെ കുറിച്ചാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. നന്നായി മനസ്സിലായി. നിങ്ങളുടെ പുട്ടടിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് ശ്രീ NP ചെക്കുട്ടിയുടെ ചർച്ചയിൽ ഉന്നയിച്ച കാര്യമാണ്. അത് വേറെ രൂപത്തിൽ അവതരിപ്പിക്കരുത്. പറഞ്ഞ കാര്യം കൃത്യമായി കേൾക്കുക. ഒന്നുകിൽ ചോദ്യം കേൾക്കുക കൃത്യമായി. അല്ലെങ്കിൽ ശ്രീ NP ചെക്കുട്ടി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അത് ഞാൻ കേട്ടു. എന്നാൽ അതിന് മറുപടി ഞാൻ കേട്ടു. എന്നാൽ അതിന് മറുപടി ഞാൻ കേട്ടു. NP ചെക്കുട്ടി ഉച്ചയ്ക്കുണ്ട്, അതിന് തന്നെ മറുപടി. NP ചെക്കുട്ടി എന്ന് പറയുന്ന മഹാൻ ഉച്ചയ്ക്ക് ഉണ്ടതിനെ കുറിച്ചാണോ പുട്ടടി എന്ന് പറഞ്ഞത്? അതോ വൈകുന്നേരം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചാണോ പുട്ടടി എന്ന് പറയുന്നത്? ഈ ചാനൽ ചർച്ച ഒന്ന് പിണറായി വിജയന് തെറി പറഞ്ഞതിന് അദ്ദേഹം എണ്ണി വാങ്ങാൻ പോകുന്ന പറയട്ടെ, അങ്ങോട്ട് എണ്ണി വാങ്ങാൻ പോകുന്ന കാര്യത്തിനാണോ പുട്ടടി എന്ന് പറയുന്നത്? എന്താ ഈ പുട്ടടി? ആ മാന്യം പറഞ്ഞല്ലോ കമ്മീഷൻ വാങ്ങിക്കുന്നു. നിങ്ങൾ ആ മാന്യനോട് ചോദിച്ചാൽ ഏത് കാര്യത്തിലാണ് കമ്മീഷൻ? 9 കൊല്ലക്കാലത്ത് ഇടയ്ക്ക് ഏത് കാര്യത്തിലാണ് അങ്ങേരുടെ കമ്മീഷന്റെ അറിവുള്ളത്? അത് തന്നെ നമുക്ക് തീർത്തു പോകാം. ആ രോഗം തീർക്കാം. NP ചെക്കുട്ടിയുടെ രോഗം ഇന്ന് തീർക്കാം. അദ്ദേഹം ഒരു വാചക അവസാനം പറഞ്ഞു കമ്മീഷൻ വാങ്ങിക്കുന്നു. ഏത് കാര്യത്തിലാണ് കമ്മീഷൻ വാങ്ങിച്ചത്? ഒരെണ്ണം പറയാൻ ഞാൻ NP ചെക്കുട്ടിയെ വെല്ലുവിളിക്കുന്നു. ഇല്ല, മേലാൽ ഈ പണിയായിട്ട് ഇറങ്ങരുത് ചെക്കുട്ടി. കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആര് കമ്മീഷൻ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ പറയില്ല. പക്ഷേ കമ്മീഷൻ പോയിട്ടുണ്ട്, പണം വലിയ തോതിൽ ദൂർത്തായിട്ട് പോയിട്ടുണ്ട്. ഇതൊരു ഫാക്റ്റാണ്. ആരോഗ്യരക്ഷയുടെ പേരിൽ പോലും യഥാർത്ഥത്തിൽ 10 രൂപയുടെ സാധനം എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നൊക്കെ അറിയാം. ഇപ്പൊ ഡോക്ടർമാർ എടുക്കുന്ന സാധനം അതിന് എത്ര കാശ് കൊടുത്തു, കയ്യുറക്ക് എത്ര കൊടുത്തു, ഇങ്ങനെയുള്ള നിരവധി വസ്തുതകളുണ്ട്. അത് പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ വരേണ്ട. അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ അനിൽകുമാർ, അതിൽ ശ്രീ ചെക്കുട്ടി പറഞ്ഞ അങ്ങ് മറുപടി പറയാം. അതിനേക്കാൾ പ്രധാനമായി നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗി അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾക്കുള്ള മറുപടിയും എനിക്ക് പ്രധാനം ഇപ്പൊ ഇതാണ്. രാഷ്ട്രീയ പറയണത് ഈ കൂലിത്തല്ലുകാരനോട് ഞാനൊന്ന് ആദ്യം വർത്താനം പറയട്ടെ. ഈ കൂലിത്തല്ലുകാരനോട്, ശ്രീ NP ചെക്കുട്ടി എന്ന കൂലിത്തല്ലുകാരനായ ആളിനോട് ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ ഈ കൂലിത്തല്ലിന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞത് വിളമ്പാൻ നടക്കരുത്. കേരളത്തിൽ 9 കൊല്ലമായി ഒരു കമ്മീഷനും കേരളത്തിലെ LDF സർക്കാർ ഒരാളോടും വാങ്ങിയിട്ടില്ല. നിങ്ങളിപ്പോൾ ആകെ പറഞ്ഞൊരു കാര്യം, ഏതോ ഒരു ജീവൻ രക്ഷാ കാര്യങ്ങൾ വില കൂടുതൽ വാങ്ങിച്ചു. സത്യമല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് കളവാണ്. എന്താ നിങ്ങൾ പറഞ്ഞ കളവ്? കർണാടകത്തിൽ ചൈനീസ് കമ്പനിയിൽ നിന്നും 2000 രൂപയ്ക്ക് വാങ്ങിച്ച കിറ്റ്, ആ 2000 രൂപയ്ക്ക് വാങ്ങിച്ച കിറ്റ് എത്ര കൊല്ലത്തേക്കാ? 2-3 കൊല്ലത്തേക്ക് വാങ്ങിച്ച കിറ്റ്. അതേ സാധനം ഈ കേരളത്തിലെ LDF സർക്കാർ ഈ PPE കിറ്റ് കിട്ടാതെ വന്നപ്പോൾ ഒരു 15,000 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിനാണ് നിങ്ങൾ പുട്ടടി എന്ന് പറയുന്നത്. നിങ്ങൾ പിണറായിയുടെ വിജയന്റെ ചോര കുടിക്കാൻ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗമായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരരുതെന്ന് ഞാൻ പറയുകയാണ്. നിർത്തിയെങ്കിൽ നന്നായി.